Hello. Welcome to Market Discussion of the Day. Today, 28th of January 2025, Tuesday ആണ്. സോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേയായിട്ട് എല്ലാ ദിവസത്തെയും പോലെ അടുത്ത ആഴ്ച നമ്മുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത തിങ്കളാഴ്ച രാത്രി 7:30 മണിക്കും 10 മണിക്കും ഇന്ത്യൻ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മലയാളം ബാച്ച്. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം, ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽസിലോട്ട് പോവാം. ബേസിക്കലി വലിയ ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിലും നോർമലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ന്യൂസസ് ആണ് ഇന്നുള്ളത്. ഇന്ന് UK ടൈമിംഗ് 1:30 മണിക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. വൈകുന്നേരം 7 മണിക്ക് ECB പ്രസിഡന്റ് ലഗാർഡിന്റെ സ്പീച്ചും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ന്യൂസ് ഒന്നും അല്ല. പക്ഷേ ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ വലിയൊരു ഇതില്ലാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ വേറൊന്നുമല്ല, നാളെ വൈകുന്നേരം UK ടൈമിംഗ് 7 മണിക്ക് നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അത് ഭയങ്കരമായൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം നാളത്തേക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ആ ഒരു സമയം നാളെ ഒരു വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിന്നാൽ അത്രയും നല്ലത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇന്ന് നമ്മൾ USD JPY നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ JPYയിൽ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 156 കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 156 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ ഇത് വന്നിട്ട് ഇന്നലെ ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈമിലേക്കുള്ള ക്യാൻഡിലാണിത്. ഓക്കെ, സോ എന്നാലും 156 കിട്ടി. അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർ മാർക്കറ്റ് ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർ നല്ല ഒരു പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 200 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വീണ്ടും മാർക്കറ്റ് 155.94 അത് എത്തിയിട്ടുള്ളത് നമ്മുടെ യൂറോപ്പ് ഓപ്പണിംഗ് സമയത്തൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു പ്രൈസ് തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് വീണ്ടും സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി 9:30 മണിക്കും നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 155.80നും 156നും ഇടയ്ക്കാണെങ്കിൽ വീണ്ടും അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനുള്ളത്. ഓക്കെ, നേരെ നമുക്ക് 154 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ബൈയും ചെയ്യാം. ഇന്ന് പോയ ലോയുടെ താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, സോ ഇന്നലെ പോയല്ലോ. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്താ പറയുക, നമ്മൾ GBPയിലോട്ട് പോകുമ്പം GBP ഇപ്പോൾ നിൽക്കുന്ന കറണ്ട് പ്രൈസ് 1.24354 റേഞ്ചിലാണ് ഇപ്പോൾ GBP നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന GBP 1.2500 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഒരു അപ് ട്രെൻഡ് ഉള്ളൂ. അവിടുന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് GBP മുകളിലല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം US ഓപ്പണിംഗ് സമയം ഈ ഒരു സമയത്തും മാർക്കറ്റ് US ഓപ്പണിംഗ് സമയത്ത് 2 മണിക്കുള്ള ക്യാൻഡിൽ 1.2510 മുകളിൽ കയറിയെങ്കിലും അതിനുശേഷമുള്ള ക്യാൻഡിൽ അതിൽ യൂറോപ്പ് ക്ലോസ് ആയ ശേഷം 1.2500 താഴെയായിട്ടാണ്, സ്ലൈറ്റ്ലി താഴെയായിട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നമുക്കൊരിക്കലും അതൊരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയായിരുന്നു? അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അല്ലേ. അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു 70 പിപ്പിൻ്റെ പ്രോഫിറ്റൊക്കെ ഇപ്പം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നലെ മാർക്കറ്റ് പോയിട്ടുള്ളത് 1.24295 ആണ്. ഓക്കെ, സോ ഇന്നലെ അതിൻ്റെ ഷാഡോ പോയത് 1.24
258-ലുമാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഇന്നും സെയിം രീതിയിൽ നോക്ക്, അതേ രീതിയിൽ തന്നെ മാർക്കറ്റ് പോയതും ഇതാ തിരിച്ചൊന്ന് കയറി തിരിച്ച് ഒറ്റയടിക്ക് താഴെ പോയി, ഇതായി ഇന്നലെ പോയി നിന്നടുത്ത് തന്നെ പോയി നിന്നു ഷാഡോ. അപ്പം നമുക്ക് അടുത്ത 9:30 മണിക്കുള്ള ക്യാൻഡിൽ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ടൊരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പം ഉള്ള നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പ്രൈസിൻ്റെ 1.2430 താഴെയായിട്ട് ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം GBP അപ് ട്രെൻഡാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്നലെ GBP ഞാൻ സെല്ല് ചെയ്യാൻ 1.2500 സെല്ല് ചെയ്യാനും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു ഒരു ലോട്ട് എടുക്കുന്ന ആൾക്ക് ഒരു 0.2 0.3 ലോട്ടോ നമുക്ക് സെല്ലെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.2500. ഓക്കെ, സോ അത് അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USDയിലോട്ട് പോകുമ്പം യൂറോയും അതേപോലെ തന്നെ 1.2500 1.0531 ആ ഒരു റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തു, 1.0500 റെസിസ്റ്റ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു. യൂറോയിൽ പക്ഷേ നമ്മൾ ക്ലിയർ ആയിട്ട് സെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.05 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെല്ലെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 പിപ്പിന് മുകളിലായിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വളരെ നല്ല കാര്യമാണ്. ആ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ്. കാരണം 1.0400 ഉറപ്പായിട്ടും മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യും എന്നുണ്ടായത് കൊണ്ടിട്ട്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് പോകുമ്പം ഗോൾഡ് ഇന്നലെ ഗോൾഡ് ഇന്നലെ നമുക്ക് എത്രയാണ് ഹൈ പോയത് 2772 വരെ പോയി. ഇന്നലെ ലോ പോയത് 2730 സം ചേഞ്ച് വരെ പോയി. ഓക്കെ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 30 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 60 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. ഏതെങ്കിലും മാർക്കറ്റ് ഓപ്പണിങ്ങിന് 60 മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനും നമുക്ക് 60 മുകളിലായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സത്യം ആയതുകൊണ്ടിട്ട് നമുക്ക് അവിടുന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. പിന്നെ മാർക്കറ്റ് ഷടേന്നും പറഞ്ഞ് താഴെ പോയി. മാർക്കറ്റ് 2730 കിട്ടിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇന്ന് മിനിമം 100-120 പിപ്പോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുള്ള ആൾക്കാർ നല്ലത്. അങ്ങനെ മാറിയിട്ടുള്ള ആൾക്കാർ 120 പിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് $1200 പ്രോഫിറ്റ്, 1,00,000 ഇന്ത്യൻ റുപ്പീസാണത്. ഓക്കെ, സോ ഇന്നും ഞാൻ സെയിം മാർക്കറ്റ് കണ്ടീഷൻ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ആ 2731 ആ റേഞ്ചിലിരുന്നിട്ട് കാര്യമില്ല. 2733 റേഞ്ചിലൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്യാം. കാരണം ഈ ഷാഡോ ഫോം ചെയ്തേക്കുന്നതിൻ്റെ അവിടെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. 2734 റേഞ്ചിലൊക്കെ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഔചിത്യമാണ്. 34 വെക്കണോ, 35 വെക്കണോ, 33 വെക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഞാനൊരു 33 ബൈ ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിൽ. സ്റ്റോപ്പ് ലോസ് വെക്കണം, തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കണം. 2724 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഒരു 21 20 അതെല്ലാം നമ്മുടെ എന്താ പറയുക, ഓരോ ആൾക്കാരുടെ ഇപ്പം ഞാൻ ഇപ്പം ഇന്ന സ്ഥലത്ത് തന്നെ വെക്കണം എന്നൊരിക്കലും പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ എത്രമാത്രം ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ 21 വെച്ചത്. ഒരു $30 വരെ അല്ലെങ്കിൽ ഒരു 30 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചു. 30 അല്ല, 24 കാട്ടിലും 33 എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 120 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസാണ് ഞാൻ വെച്ചത്. ഓക്കെ, കാരണം എൻ്റെ ടേക്ക് പ്രോഫിറ്റും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടേക്ക് പ്രോഫിറ്റ് 2770 അടുത്തൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഞാൻ പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് അങ്ങനെ എടുത്ത് വെച്ചെന്നുള്ളതാണ്. കാരണം എനിക്ക് മോർ ദാൻ 1:2 റേഞ്ചിൽ ടേക്ക് പ്രോഫിറ്റ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റ് നല്ല രീതിയിൽ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിൽ ഒരു എന്താ പറയുക, വൃത്തികെട്ട പരിപാടിയൊന്നും മാർക്കറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിലി നമുക്ക് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും. ഒരു ഒരു പക്കാ റേഞ്ചിൽ ഇരുന്നാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ഇങ്ങനെ തന്നെ പോയി നമുക്ക് നല്ല പ്രോഫിറ്റ് തരട്ടെ എന്ന്
വീണ്ടും ആശംസിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ക്ലാസ് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അതിനു മുന്നേ ഒരു കാര്യം, പല ആൾക്കാരും മാർക്കറ്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഡെമോ അക്കൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ പല ആൾക്കാരും ഇന്നലെയൊക്കെ എന്നെ വിളിച്ചിട്ട് വലിയ ലോസിലൊക്കെ ഡെമോ അക്കൗണ്ടിൽ നോക്കിയിട്ട് വലിയ ലോസിലൊക്കെ ആണെന്നുള്ള കാര്യം പറഞ്ഞു. അത് ബേസിക്കലി അവർ തുടക്കത്തിലൊക്കെ ട്രെൻഡ്, ഇപ്പം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് നോക്കി പിടിച്ചു, ബട്ട് അപ് ട്രെൻഡാണ്. ഓക്കെ, സോ അപ് ട്രെൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ട്രെൻഡ് നോക്കി നമ്മൾ ബൈ ഇട്ട് പോയ, സെല്ല് ചെയ്യാതെ ബൈ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ പോലും ചിലപ്പം കുറേ വട്ടം പ്രോഫിറ്റ് അടിക്കും. പക്ഷെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ സമയത്തോ എന്തെങ്കിലും ഒരു സംഭവിച്ച് മാർക്കറ്റ് ഒറ്റയടിക്ക് തിരിച്ചു പോകുമ്പോഴാണ് നമ്മളുടെ ക്യാപിറ്റൽ ഫ്ലഷ് ഔട്ടായി പോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്താലും പ്രത്യേകിച്ച് ഗോൾഡിൽ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത്. റിസ്ക് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.